കോഴിക്കോട്ട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്ത് 40 ലക്ഷം കവർന്ന സംഭവം കവർച്ചാ നാടകമെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിൽ ഉള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടമായിരിക്കുന്നത്. പ്രതികൾ പണം കവരുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളവരിൽ റഹീസും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഈ അടിക്കടി നമ്മുടെ നാട്ടിൽ കവർച്ചാ നാടകങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇത് ഒരു കവർച്ചാ നാടകം ആണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ലക്ഷ്മി പത്മ പരാതിക്കാരൻ തന്നെ പ്രതിയായി മാറുന്ന സാഹചര്യമാണ് നിലവിലിവിടെ ഉള്ളത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3:30 കൂടിയാണ് ഇത്തരത്തിൽ പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ ചില്ല് തകർത്ത് 40,25,000 രൂപ കവർച്ച ചെയ്തതായുള്ള പരാതി ഉയർന്നു വരുന്നത്. വ്യാഴാഴ്ച ഈ റഹീസ് പരാതി നൽകുന്നു. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു. അതിനിടയിലാണ് ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ സ്കൂട്ടറിലെത്തിയ മുഖം മറച്ച, ഹെൽമെറ്റ് ഉപയോഗിച്ച് മുഖം മറച്ച 2 പേർ കാറിന്റെ ചില്ല് തകർത്ത് അതിൽ സൂക്ഷിച്ചിരുന്ന ചാക്കിലായിരുന്നു പണം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ പണം കവർച്ച ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ലഭിച്ചു. ഈ ആദ്യഘട്ടത്തിൽ ഈ മൊഴി നൽകിയ റഹീസ് നൽകിയ മൊഴിയിൽ പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ മൊഴിയിൽ ഭാര്യ പിതാവ് നൽകിയ പണമാണ് ഇത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ ഈ പണത്തിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ നടന്നത് ഒരു കവർച്ചാ നാടകമാണ് എന്നൊരു സംശയത്തിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് 2 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ള. 2 പേരിൽ ഒരാൾ റഹീസ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു വ്യക്തത വരും. ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.